നൂലപ്പം ഉണ്ടാക്കുന്ന വിധമാണിത്. ആദ്യം കുറച്ച് വെള്ളത്തിൽ ആവശ്യമായ ഉപ്പ് ചേർത്ത് ചൂടാക്കി ആ ചൂടുവെള്ളം അരിപ്പൊടിയിൽ ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്യണം. അങ്ങനെ നാം കുഴച്ച് വെച്ച അരി ഈ ഉപകരണത്തിൽ, അതായത് നുൽപ്പുട്ടുണ്ടാക്കുന്ന ഈ ഉപകരണത്തിൽ ഇതുപോലെ നിറക്കണം. ഇങ്ങനെ നന്നായി നിറച്ചതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ നുൽപ്പുട്ടിൻ്റെ ആ മൂടി അതുകൊണ്ട് അത് മൂടണം. ചില സമയത്ത് ചിലപ്പം പെട്ടെന്ന് അത് എന്തിരിയില്ല, അത് ടച്ച് നിന്ന് വരില്ല, അത് ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം അതിൽ നാം വെളിച്ചെണ്ണ തേക്കുന്നത് കൊണ്ട് ചില വൈകാനൊക്കെ കാരണമാകും. അതുപോലെ ഇങ്ങനെ മുറുക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പാത്രമുണ്ട്, ഈ മൂടി എന്ന് പറയും, ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും. അങ്ങനെ ആ മൂടിയിൽ ഈ ഉപകരണം കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കറക്കണം. ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഇത് കാണും പോലെ ഇങ്ങനെ നൂലായിട്ട് ഈ നമ്മൾ മുൻകൂർ ഇതിൽ വെച്ച അരിപ്പൊടി ഇതുപോലെ വരും. ഇങ്ങനെ ഓരോ കള്ളിയും നാം നിറക്കുകയാണ് വേണ്ടത്. വളരെ അനായാസമായിട്ടുണ്ടാക്കാവുന്ന ഒരു പ്രഭാത ഭക്ഷണമാണ് നൂൽപ്പുട്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. മാത്രമല്ല ഇത് നമുക്ക് ഏത് കറി ഉപയോഗിച്ചും, ഇറച്ചിക്കറിയോ മീൻ കറിയോ ഉപയോഗിച്ച് കഴിക്കാൻ പറ്റും. മാത്രവുമല്ല ഈ കറിയൊന്നും ഇല്ലെങ്കിൽ പോലും സ്വല്പം പാലിൽ സ്വല്പം പഞ്ചസാര ചേർത്ത് ആ പാലിൽ മുക്കിയും ഈ നൂൽപ്പുട്ട് കഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഇപ്പോൾ ഇത് വന്നിട്ടുണ്ടാവും. വന്നതിന് ശേഷം ഇതുപോലെ അതിൻ്റെ അടപ്പ് തുറക്കുക. പിന്നെ അതിന് വളരെ ശ്രദ്ധാപൂർവം നാം ഇതിൽ നിന്ന് ഓരോന്നെടുക്കണം, അല്ലെങ്കിൽ ആവി ഉണ്ടാവും, കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടെ മാത്രമേ അതിങ്ങനെ പുറത്തേക്ക് എടുക്കാവൂ. അതിനുശേഷം സ്പൂണ് കൊണ്ടോ മറ്റ് നമുക്ക് സൗകര്യമുള്ള ഉപകരണം കൊണ്ട് ഇതുപോലെ നുൽപ്പുട്ട് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളത് കാസ്ട്രോളിലോ അല്ലെങ്കിൽ പാത്രത്തിലോ നമുക്ക് വെക്കാവുന്നതാണ്. ഇത്തിരി നൂൽപ്പുട്ട് ഉണ്ടാക്കാൻ സമയമുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സാധിക്കുന്നവരെ നൂൽപ്പുട്ട് ഉണ്ടാക്കി പരീക്ഷിക്കുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അടിക്കുക. വീണ്ടും ഇതുപോലുള്ള വീഡിയോ കാണിക്കാൻ ശ്രമിക്കും. എല്ലാവരുടെയും പൂർണ്ണ സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മളുണ്ടാക്കിയ നൂൽപ്പുട്ടിൻ്റെ കൂടെ ബീഫ് കറിയോ ഇതുപോലെ നമുക്കിഷ്ടമുള്ള കറി ചേർത്ത് നമുക്ക് കഴിക്കാൻ വളരെ രുചികരവും സ്വാദിഷ്ടമായ ഭക്ഷണമാണിത്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ശ്രമിച്ചു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുമല്ലോ.